പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവരുടെ വേദനകളോടെ, കണ്ണുനീരോടെ, സങ്കടങ്ങളോടെ ഈ മക്കളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ മക്കളെക്കുറിച്ചുള്ള നിയോഗങ്ങളോടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഒത്തിരിയേറെ അലസതയിൽ കഴിയുന്ന മക്കള്, പഠിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ഒത്തിരിയേറെ മടി പിടിച്ചിരിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, ഭയന്നിരിക്കുന്ന മക്കള്, ഒത്തിരി ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, കൂട്ടുകെട്ടിന് അടിമപ്പെട്ടു പോയ മക്കള്, മദ്യത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, മൊബൈൽ അടിമപ്പെട്ടു പോയ മക്കള്, കർത്താവേ, ഒത്തിരി ജോലി മേഖലയിൽ വേദനിക്കുന്ന മക്കള്, വിവാഹം നടക്കാത്ത മക്കള്, ഒത്തിരിയേറെ ഇന്റർവ്യൂകളിൽ തോറ്റിരിക്കുന്ന മക്കള്, കർത്താവേ, ഞങ്ങളുടെ മക്കളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, വിശുദ്ധ പിതാവേ, ഉണ്ണീശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളില് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ മക്കളെ, ഇന്ന് മുതല് നമ്മള് കുറച്ച് ദിവസങ്ങൾ മക്കൾക്ക് വേണ്ടി, പരീക്ഷ വിജയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ മക്കളെ, അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളില് അനേകം മാതാപിതാക്കളുടെ കണ്ണുനീര്, നൊമ്പരങ്ങള് ഒത്തിരിയേറെ വിലാപത്തോടു കൂടി വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഓർക്കുക. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയാ, അമ്മച്ചിയുടെ മകൻ കഴിഞ്ഞ ദിവസം കൂട്ടുകൂടിയിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ മദ്യപിച്ച് ലഹരി പിടിച്ചു വന്ന് എന്തോ പറഞ്ഞു. ഈ അമ്മച്ചിയുടെ മകൻ ആ ചേട്ടനെ പിടിച്ച് തള്ളി ആള് താഴെ വീണു, തലയിടിച്ച് വീണു, ആള് മരിച്ചു. ആ മകനിപ്പോൾ കൊലക്കേസിന് പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്ന അവസ്ഥ. അമ്മ കണ്ണീരോടെ, കുറെ നാളായി അച്ഛ ഞാൻ പറയുന്നു മോനോട്, വീട്ടിൽ കയറിയ സമയത്ത് പ്രാർത്ഥനയില്ല, കൂട്ടുകെട്ട്, ഇങ്ങനെ ഒത്തിരി മക്കള്. ഇന്നലെ ഒരമ്മച്ച് വിളിച്ചിട്ട് പറയാ, മകൻ ഇതാ രാത്രി ഇതുപോലെ തന്നെ കൂട്ടുകൂടി സിഗരറ്റ് വലിക്കുക, അങ്ങനെ പോണ സമയത്ത് പോലീസ് വിളിച്ചു. അവര് സിഗരറ്റ് വലിച്ചോളെന്നാ പറയണ മക്കള്. പക്ഷെ അവരിൽ നിന്ന് എന്തൊക്കെയോ നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ച് MDMO അങ്ങനെയൊക്കെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ പിടിച്ച് കേസ് ചാർജ് ചെയ്തു. ഇന്ന് അമ്മ നിലവിളിച്ച് കരഞ്ഞ് വിളിക്കുക. ഇങ്ങനെ ഒത്തിരിയേറെ മക്കളുടെ അവസ്ഥ. അപകടകരമായ ഒരു കാലഘട്ടമാണ്, നമുക്കറിയാലോ മാതാപിതാക്കളെ. സങ്കടങ്ങള് നമുക്കൊക്കെ മക്കളെ ഓർത്ത്. ഇന്ന് ക്രൂരത, പൈശാചികത. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ഒരു മകൻ 5 പേരെ കൊന്നത്. ഇന്ന് കൊല്ലാനോ നശിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത വിധത്തില് അതുപോലെ ക്രൂരത, പൈശാചികത സിനിമകളിലൂടെ, മീഡിയകളിലൂടെ, ഈ ലഹരിയുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് അതിശക്തമായിട്ട് പ്രസരിപ്പിച്ചുകൊണ്ട്, ആത്മീയമായ വലിയ ശക്തിയാൽ നിറച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തകർക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒറ്റ നിമിഷം കൊണ്ട്, ഒരേ ഒരു സംഭവം കൊണ്ട് തകർന്ന് എന്നേക്കുമായി ജീവിതം നശിച്ചു പോകാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും കേട്ടോ. മാതാപിതാക്കളെ, ഈ അപകടകരമായ ഈ അവസ്ഥയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള അനേക മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതെങ്ങനെ വന്നു എന്നൊക്കെ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, നമുക്കറിയാം, സിനിമകള് എല്ലാം വയലൻസ് സിനിമകളിലൂടെയാണ്. എല്ലാവിധ പൈശാചിക ശക്തികളും നമ്മുടെ മക്കളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മദ്യപിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ,
വ്യഭിചരിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ, അക്രമം, മ്ലേച്ഛത, ക്രൂരത, പൈശാചികത, കഴുത്തറുക്കുക, വെട്ടുക, കൊല്ലുക, നശിപ്പിക്കുക, അനുസരണക്കേട് കാണിക്കുക, കറങ്ങാൻ പോവുക, പബ്ബിൽ പോവുക, മദ്യപിക്കുക, ലഹരി പിടിച്ച് നടക്കുക, വൃത്തികെട്ട ഡ്രസ്, മുടി, സ്റ്റൈല്, കറങ്ങുക, ഇങ്ങനെ ഒത്തിരിയേറെ പൈശാചികത. ഭയങ്കരമായ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെയും നിയമ സംവിധാനങ്ങള്, മറ്റു കാര്യങ്ങൾ നമുക്കറിയാം. എന്തിനും ഏതിനും ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അകപ്പാടെ മാറിയിരിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒറ്റ വഴിയുള്ളൂ, മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മക്കളൊക്കെ ഒരു യുദ്ധത്തിലാണ് മക്കളെ. ഇവിടെ നമ്മള് എടുത്തിരിക്കുന്ന വചനം നമ്മള് പുറപ്പാടിന്റെ പുസ്തകത്തില് 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനമാണ്. അവിടെ അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിന് ജോഷുവ പോയിരിക്കുക. ആ സമയത്ത് മോശ ചെയ്തൊരു പ്രവൃത്തി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മോശ എന്ത് ചെയ്തു? അവൻ അഹ്റോനെയും ഹൂറിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി അവിടെ നിന്ന് ഈ ഇസ്രായേൽ ജനത്തിനു വേണ്ടി, ജോഷുവയ്ക്ക് വേണ്ടി കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. നാം വായിക്കുകയാണ്, മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. കണ്ടോ? മോശ കരം വിരിച്ച് പിടിച്ച് നിന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് വിജയം. എന്നാൽ എപ്പോൾ കരം താണോ ആ നിമിഷം അമലേക്യർ വിജയിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാം നമ്മുടെ മക്കൾക്കെതിരാ. നിയമ സംവിധാനങ്ങള്, സിനിമകള്, അല്ലെങ്കിൽ ഒത്തിരിയേറെ കൂട്ടുകെട്ടുകള്, ലഹരിയുടെ മേഖല, മദ്യപാനം, ഇന്ന് മദ്യഷാപ്പുകൾ കൂട്ടാൻ വേണ്ടി മത്സരിക്കുക. അതുപോലെ തിന്മയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം, നിയമത്തിന്റെ സപ്പോർട്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, ഇഷ്ടം പോലെ ജീവിക്കാം, വചനത്തിന് വിലയില്ല, ശുദ്ധിക്ക് വിലയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ ശത്രുക്കളും ഒരുമിച്ച് നമ്മുടെ മക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. നമ്മുടെ കരം താണാൽ നമ്മുടെ മക്കൾ തോൽക്കും. അത്രമാത്രം ശത്രുത നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കരം വിരിച്ചു നിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുമ്പോ, പരീക്ഷയും ഇതുപോലൊരു യുദ്ധമാണ്. ജയിക്കണം നമ്മുടെ മക്കൾ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ മക്കള് എല്ലാ തലത്തിലും വിജയിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവിടെ നന്നായിട്ട് പഠിക്കണം. അനേക മക്കള് പഠിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ പറ്റണില്ല. അവർക്ക് ആകപ്പാടെ ഉറക്കം വരുന്നു, ക്ഷീണമാണ് പഠന കാര്യങ്ങൾ. കാരണം കുറെ നാളുകളായിട്ട് മൊബൈല്, രാത്രി ഉറക്കമില്ല, പഠനമില്ല. പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോ ഉറക്കം വന്നു, പഠിക്കാൻ പറ്റണില്ല, അലസത, ഭയങ്കരമായ മൊബൈൽ അഡിക്ഷൻ. അങ്ങനെ പല മേഖലകളിലും നമ്മുടെ മക്കൾ ഇന്ന് ഒത്തിരി വേദനിക്കുന്നു. അതുകൊണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകം പേരാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ പ്രത്യേകമാവിധം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കും. ആരാധനയിൽ നമ്മൾ കരവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾ ജയിക്കണം. നമ്മുടെ കരം താണാൻ പാടില്ല മക്കളെ. പരീക്ഷ, മറ്റ് ഞാൻ പറഞ്ഞ ലോകത്തിന്റെ കാര്യങ്ങള്, പ്രലോഭനങ്ങള്, അന്തരീക്ഷത്തിൽ പോലും നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ശത്രുക്കൾ അതിശക്തമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവര് ഇന്ന് ലോകത്തിലെ സകലമാന മേഖലകളിൽ. അതുകൊണ്ട് നമ്മള് ഈ ഒരു തലത്തിൽ നമ്മൾ ശക്തമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പരീക്ഷയെ നേരിടുന്ന മക്കള്, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കള്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്. ഒത്തിരി മക്കൾക്ക് പേടിയാണ്, ഒത്തിരിയേറെ ആകുലത, ഒത്തിരി സ്ട്രെസ്, ഒത്തിരിയേറെ മറന്നു പോകുന്നു. പല മേഖലകളില് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന മക്കളെ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മശക്തിയാൽ നിറച്ച്, സ്വർഗത്തിന് സഹായത്താൽ നിറച്ച്, അതിസ്വാഭാവികമായ കൃപകളാൽ നിറച്ച്, ദൈവിക പ്രകാശത്താൽ നിറച്ച്, ഓർമ്മശക്തിയാൽ നിറച്ച് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ സുനിശ്ചിതമായ വിജയത്തിനു വേണ്ടി പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈ അഹ്റോനും ഹൂറും കൂടി ഈ കരം പൊക്കിപ്പിടിച്ചു നിൽക്കുക. കുറച്ച് അവരും എടുത്തു. അപ്പൊ അവരെന്തു?
2 കല്ലുകളെടുത്ത് നാട്ടി വച്ചിട്ട് മോശയുടെ കരങ്ങൾ ആ കല്ലിലെടുത്ത് വെച്ച് ഉയർത്തിപ്പിടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ അമലേക്കരെ തോൽപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ നമ്മുടെ കരം താഴാതെ, തളർന്നു പോകാതെ, തളർന്നു പോയാലും ഏതെങ്കിലും വിധത്തിലൊക്കെ ഈ അഭിഷിക്ത കരങ്ങൾ, അപ്പന്റെ കരം, അമ്മയുടെ കരം ഉയർത്തപ്പെട്ട് നിന്ന് നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കുക. മാത്രമല്ല മറ്റു എല്ലാ മേഖലകളിലും യുദ്ധസമാനമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ന് ഈ സമയങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇനിയുള്ള കുറച്ച് ദിവസത്തെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരീക്ഷാ വിജയത്തിന് വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയില് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, അതോടൊപ്പം തന്നെ അനേക മാതാപിതാക്കളാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന് മക്കളുടെ ഈ പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് മക്കളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ മാതാപിതാക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി അനേക മാതാപിതാക്കൾക്ക് നമ്മുടെ ഈ പ്രാർത്ഥന പങ്കുവെച്ചു കൊടുക്കുക. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മക്കൾക്ക് വേണ്ടി എല്ലാ തലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ശക്തമായ ഒരു പ്രാർത്ഥന ഉയർന്നേ പറ്റൂ മക്കളെ. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദാനിയേൽ ഫാസ്റ്റിംഗ് 21 ദിവസം മക്കൾക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ പോവാ. അതിനുശേഷം മക്കൾക്ക് വേണ്ടി അതിനിടയിൽ ബഹിഷ്കരണ പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന, ഇതെല്ലാം നമുക്ക് നടത്തണം മക്കളെ. അതുകൊണ്ട് നിസ്സാരമല്ല ഈ പോരാട്ടം. നമ്മുടെ മക്കൾ ജയിക്കണ്ടേ? നമ്മൾ അതൊന്നും പറഞ്ഞിട്ടും കൗൺസിലിങ്ങിന് പോയിട്ടോ അത് ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം ഇത് പിശാച മക്കളെ, ഇത് പിശാചാണ്. പിശാച് ഇന്ന് ലോകത്തെ മാധ്യമങ്ങളെ, അധികാര സംവിധാനങ്ങളെ, അതോടൊപ്പം തന്നെ എല്ലാം തന്നെ പിശാച് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ വഴിയുള്ള മക്കളെ ആരും നമ്മെ രക്ഷിക്കാനുണ്ടാവില്ല. ഒരു നിയമ സംവിധാനങ്ങളോ ഒരു ഡിപ്പാർട്ട്മെന്റുകളോ ഒരു അധികാര സംവിധാനങ്ങളോ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഒറ്റ വഴിയുള്ളൂ, കർത്താവിനെ വിളിച്ചിടപെടുത്തിക്കുക. അതിനുവേണ്ടി മോശയെ പോലെ കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. അഹ്റോനെ പോലെ, ഹൂറിനെ പോലെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിന്ന് വിജയത്തിന്റെ ആ വലിയ അഭിഷേകത്താൽ നമ്മുടെ മക്കൾ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ പ്രത്യേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന തുടരാം. ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷാ വിജയത്തിന് വേണ്ടി സമയം നമുക്ക് ആരാധനയിൽ നമ്മുടെ മക്കൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊടുക്കുന്ന മക്കളെ വലിയ അഭിഷേകത്താലും ശക്തിയാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികാനുസരണതയിൽ ഈ കേട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മച്ചിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജയിലിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണയും സംരക്ഷണവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ. അപകടകരമായ അവസ്ഥയിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കാൻ ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കും ഇടയാകണം. ഒരു നിമിഷം മതി എല്ലാം നശിച്ച് തകർന്ന് അവസാനിക്കാൻ. അതാണ് ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അമ്മമാരുടെ വേദനകളും ഈ മാതാപിതാക്കളുടെ കണ്ണുനീരും മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളും കർത്താവേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ജീവിക്കുന്ന കാലഘട്ടം എത്രയോ പൈശാചികത നിറഞ്ഞതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഒത്തിരിയേറെ സ്വാധീനങ്ങള്, പൈശാചിക ശക്തികള്, അരൂപികളുടെ പ്രവർത്തികള് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കളെ തോൽപ്പിക്കാൻ, നശിപ്പിക്കാൻ, കൊല്ലാൻ, ഇല്ലാതാക്കി കളയാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈശോയ മേഖലകളൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നു മുതൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളുടെ വിജയത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.
പരീക്ഷ നന്നായിട്ട് പഠിച്ചെഴുതുവാൻ പഠിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ ഏറെ നേരിടുന്ന മക്കളുണ്ട് ഈശോയെ. അവരുടെ അടിമത്തങ്ങള്, നിസ്സഹായതകള്, കാലഘട്ടം പഠിക്കാതെയും മൊബൈൽ അടിമപ്പെട്ടും പല പല കളികളും പല പല പ്രവൃത്തികളും ചെയ്ത് അതിനടിമത്തത്തിലേക്ക് പോയ മക്കള് ഇന്ന് പഠിക്കാനേ പറ്റുന്നില്ല. പഠിക്കുമ്പോൾ ഉറക്കം, പഠിക്കാൻ മനസ്സില്ല, പരീക്ഷ എഴുതാൻ പോലും ഇഷ്ടപ്പെടാത്ത മക്കളുണ്ട് ഈശോയെ. അതിൽ നിന്ന് അകന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷയിൽ ജയിക്കട്ടെ. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ മോശയെ പോലെ കരവിരിച്ചു നിന്ന് അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ചു കൊടുത്ത് ഞങ്ങളുടെ മക്കൾക്ക് വിജയം നൽകണമേ. മോശ കരം വിരിച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പോ ഇസ്രായേൽ ജനത്തിലേക്ക് ശക്തി ഒഴുക്കി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ വലിയ ശക്തി അങ്ങ് പ്രകടമാക്കിയല്ലോ. അതുകൊണ്ടാണല്ലോ കർത്താവേ, മോശയുടെ പ്രാർത്ഥനയിലൂടെ ആ ശക്തി നിറയപ്പെട്ടപ്പോഴാണല്ലോ ഇസ്രായേൽ ജനം ജയിച്ചത്. കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് ശക്തി ഒഴുക്കി വിജയത്തിന്റെ വലിയ കാഹളം മുഴക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന വിഷയങ്ങള്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ഭയം, ഉത്കണ്ഠ, സങ്കടം, ആദി, വ്യാധി എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ഓർമ്മ ശക്തി കൊടുക്കണമേ, ബുദ്ധിശക്തി കൊടുക്കണമേ, ധൈര്യമായിട്ട് എഴുതാനുള്ള കൃപ നൽകണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ സ്വർഗത്തിന്റെ സഹായവും സംരക്ഷണവും കൃപകളും നിറച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക്, സർവാധിപനും സർവശക്തനുമായ കർത്താവിങ്കിലേക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. ഈശോയെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിരിക്കുന്ന മക്കള്, മെസ്സേജ് വിട്ടിരിക്കുന്ന മക്കള്, കമന്റ് ബോക്സില് കമന്റ് ഇട്ടിരിക്കുന്ന മക്കള് എല്ലാവരെയും പ്രത്യേകമാവിധം ഈ സമയം ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ഈ ശുശ്രൂഷ അനേക മാതാപിതാക്കൾ ഏറ്റെടുക്കട്ടെ, ഒരുമിച്ച് നിന്ന് കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിന്റെ വലിയ സഹായ ശക്തി മക്കളിലേക്ക് പ്രവഹിക്കാൻ ഞങ്ങളുടെ ഉയർത്തപ്പെട്ട കരങ്ങളിലൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഇടയാകട്ടെ. ആ വിജയം കാണുവാൻ കർത്താവേ, അനേകായിരങ്ങളെ, ലക്ഷക്കണക്കിന് മാതാപിതാക്കളെ, മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാന സന്നിധിയില് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പരീക്ഷാ വിജയത്തിനായിട്ട് കർത്താവെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ സ്വീകരിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.